ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ളൊരു സാമ്പത്തിക സഹായം വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കോളർഷിപ്പുകൾ അവരുടെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമാണ്. അങ്ങനെ ഒരു സ്കോളർഷിപ്പാണ് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച കേരള ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ആ സ്കോളർഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയും, അത് ഡിഗ്രിക്കാർക്കുള്ളതാണ്. പ്രത്യേകിച്ച് ഡിഗ്രിക്കാർക്കാണ് കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ, ഇത്തരമുള്ള സാമ്പത്തിക സഹായങ്ങളും സ്കോളർഷിപ്പുകളും ആവശ്യമുള്ളത്. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 12,000 രൂപ ഒരു വർഷം സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഒരു മാസം 1000 രൂപ. അത് സെക്കൻഡ് ഇയറിലേക്ക് ആകുമ്പോഴത്തേക്കും 18,000-വും തേർഡ് ഇയറിലേക്ക് ആകുമ്പോഴത്തേക്കും 24,000 രൂപയും ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കും 40,000 രൂപയും കിട്ടും. ഇതേ വിദ്യാർത്ഥികൾ തന്നെ PG പ്രവേശനം നേടി ഹയർ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് PG ഫസ്റ്റ് ഇയറിൽ 40,000-വും PG സെക്കൻഡ് ഇയറിൽ 60,000 രൂപയോ ആവും. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ കൃത്യമായി നിഷ്കർഷിച്ച മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാലേ പഠന മേഖലയിൽ ഡിഗ്രിയിൽ ഓരോ വർഷവും നിഷ്കർഷിച്ച സ്കോർ കിട്ടിയാലേ സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് നിർത്തലാകും. ടോട്ടൽ 1000 സ്കോളർഷിപ്പുകളാണ് ഗവൺമെന്റ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനൊരു എലിജിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ജനറൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം സയൻസ് സബ്ജക്റ്റുകളിലാണെങ്കിൽ ഒരു 75% മാർക്ക് +2 തലത്തിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതിൽ വാങ്ങിയിട്ടുണ്ടാവണം. അതുപോലെ ബിസിനസ് സ്റ്റഡീസും സയൻസും കൂടി ചേർന്ന് രണ്ടും 75%. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ആണെങ്കിൽ അതൊരു 60% ഉണ്ടായാൽ മതി. ഇനി OBC അതുപോലെ തന്നെ BPL കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടത് +2 തലത്തിൽ ബിസിനസ് സ്റ്റഡീസിന് 65, ദെൻ സയൻസിന് 60, ദെൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിന് 55. ഇങ്ങനെയാണ് എലിജിബിലിറ്റി പറയുന്നത്. വെച്ചാൽ +2 തലത്തിൽ ഈ സ്കോളർഷിപ്പ് അവൈലബിൾ ആകണമെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 തലത്തിൽ ഈ പറഞ്ഞ സ്കോറുകൾ ഉണ്ടാവണം. ഇനി എലിജിബിലിറ്റി പറയുമ്പോൾ മറ്റൊരു വസ്തുത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഗവൺമെന്റ് കോളേജുകളോ അതല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലോ ഗവൺമെന്റ് കീഴിലുള്ള അപ്ലൈഡ് സയൻസ് കോളേജുകളുണ്ട്, IHRD ഒക്കെ പോലുള്ള കോളേജുകൾ. ഈ കോളേജുകളിലോ ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് യോഗ്യത. എന്ന് വെച്ചാൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അതോടൊപ്പം പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും പറ്റില്ല. അപ്പൊ ഇത് ശരിക്ക് ആർട്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, ബിസിനസ് സ്റ്റഡീസ് ഡിഗ്രികൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ സ്കോളർഷിപ്പിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ സൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൈറ്റിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യണം. മാർച്ച് 15 അവസാന ദിവസം. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, മാർക്കിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ മാർക്ക് നന്നാവണം, സെക്കൻഡ് ഇയറിൽ നന്നാവണം, തേർഡ് ഇയറിൽ നന്നാവണം, എന്നാലേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡിഗ്രി തന്നെ 3 ഇയർ ഡിഗ്രിക്കാർക്കും അതുപോലെ തന്നെ 4 ഇയർ ഡിഗ്രിക്കാർക്കും ഈ കോഴ്സിന് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ അനുഗ്രഹമാണ്. മാസത്തിൽ ഒരു 1000 രൂപ, പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് 1500 ആവും, പിന്നെ 2000 ആവും, പിന്നെ അതിന് മേലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു സ്കോളർഷിപ്പ് ആയത്. PGക്കും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഇതേ കുട്ടികൾ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതും അവൈലബിൾ ആകും. ഈ നിഷ്കർഷിച്ച മാർക്ക് മാനദണ്ഡം കടന്ന് മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്ത് ഹയർ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടുക. അപ്പൊ ഈ ഗുണഫലങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നതിനുള്ള ആലോചനകൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ അതിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.